ചാണക്യൻ വെബ് സീരിയൽ ഭാഗം 3. ചാണക്യന്റെ സമ്പൂർണ്ണ ജീവചരിത്രവും ഉപദേശങ്ങളും ഉൾപ്പെടുത്തിയ ചാണക്യൻ എന്ന വെബ് സീരിയലിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തവർ കാണുക. വീഡിയോ പ്ലേ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്തൻ വലിയൊരു സൈന്യം രൂപീകരിക്കുന്നു. മഗധയെ ആക്രമിക്കുവാൻ അനുവാദം ചോദിക്കുന്ന ചന്ദ്രഗുപ്ത മൗര്യനോട് ശത്രു ദുർബലമാകുന്നതുവരെ കാത്തിരിക്കാൻ ചാണക്യൻ പറഞ്ഞു. ഈ സമയത്താണ് അലക്സാണ്ടർ ചക്രവർത്തി ഭാരതത്തെ ആക്രമിക്കുന്നതിനു വേണ്ടി സിന്ധു നദിയുടെ മറുകരയിൽ തമ്പടിച്ചിരിക്കുന്ന വാർത്ത ചാരന്മാർ മുഖേന ചന്ദ്രഗുപ്ത മൗര്യൻ അറിയുന്നത്. അലക്സാണ്ടർ മഗധ ആക്രമിക്കുന്ന സമയത്ത് ശത്രുവായ മഹാനന്ദൻ ദുർബലനും ക്ഷീണിതനുമാകും. ശത്രു ദുർബലനാകുന്ന സമയത്ത് ആക്രമിച്ചു മഗധ കീഴടക്കാൻ ചന്ദ്രഗുപ്ത മൗര്യൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ വിദേശികൾ ആക്രമിക്കുമ്പോൾ നാം ഒറ്റക്കെട്ടായി അവരെ നേരിടുമെന്നും ശത്രുവായ നന്ദന് അലക്സാണ്ടറെ തോൽപ്പിക്കുവാൻ പിന്തുണ കൊടുക്കുകയുമാണ് വേണ്ടത് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. തങ്ങളുടെ ചാരന്മാർ മുഖേന അലക്സാണ്ടറെക്കുറിച്ചുള്ള വിവരങ്ങൾ ചാണക്യൻ ശേഖരിക്കുകയും അത് മറ്റുള്ള രാജാക്കന്മാർക്ക് കൈമാറുകയും ചെയ്തു. വിദേശികളെ തുരത്തുന്നതിനു വേണ്ടി എല്ലാ രാജാക്കന്മാരും ശത്രുത കൈവെടിഞ്ഞൊരുമിക്കണമെന്ന് ചാണക്യൻ ദൂതന്മാർ മുഖേന ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാർക്കും സന്ദേശങ്ങൾ കൈമാറി. എന്നാൽ പോറസ് മഹാരാജാവ് മാത്രമാണ് അലക്സാണ്ടറെ എതിർക്കുവാൻ ധൈര്യസമേതം മുന്നോട്ടു വന്നത്. പോറസ് യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധൈര്യത്തിലും രാജ്യസ്നേഹത്തിലും ആകൃഷ്ടനായ അലക്സാണ്ടർ രാജ്യം തിരികെ നൽകുന്നു. ഒരു വിഭാഗം സൈനികരെ സിന്ധു നദീതീരത്ത് തങ്ങാൻ ഏർപ്പാടു ചെയ്ത ശേഷം ഒരു വിഭാഗം സൈനികരുമായിട്ടാണ് അലക്സാണ്ടർ പൗരവദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് എന്ന കാര്യം ചാരന്മാർ മുഖേന ചാണക്യൻ മനസ്സിലാക്കുന്നു. ചണ്ഡാളാനാം സഹസ്രേച സൂരിഭിർ തത്വദർശിഭി ഏകോ ഹി യവനഃ പ്രോക്തോ ന നീചേ യവനാൻ പരഃ. 1000 ഭിക്ഷക്കാർക്ക് സമനാണ് ഒരു വിദേശാക്രമി. ആ യവനനേക്കാൾ നീചനായി മറ്റൊരു വിദേശാക്രമിയും ഇല്ല. വിദേശ ആക്രമികൾ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഭിക്ഷക്കാരെക്കാൾ താഴ്ന്ന മനോഭാവമുള്ളവരും ആണ് എന്ന് ചന്ദ്രഗുപ്തനെ പറഞ്ഞു മനസ്സിലാക്കുകയും യവനദേശക്കാരനായ അലക്സാണ്ടറെ എന്തു മാർഗം ഉപയോഗിച്ചും ഭാരതത്തിൽ നിന്ന് തുരത്തിയോടിക്കാനുള്ള മാർഗങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്നും ചന്ദ്രഗുപ്ത മൗര്യനെ ഉപദേശിക്കുകയാണ് ചാണക്യൻ. തനിക്ക് അവകാശപ്പെട്ട രാജാധികാരം തിരികെ പിടിക്കണമെന്നും തന്റെ വംശത്തെ നശിപ്പിച്ച ധനനന്ദനെ വധിക്കണമെന്നു മാത്രമായിരുന്നു ചന്ദ്രഗുപ്തന്റെ ലക്ഷ്യം. ചാണക്യന്റെയും ലക്ഷ്യം തുടക്കത്തിൽ അതായിരുന്നു എങ്കിലും പ്രഥമ ശത്രു വിദേശ അക്രമി ആണെന്ന് ചന്ദ്രഗുപ്ത മൗര്യനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ചാണക്യൻ ഈ ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചത്. ഭിക്ഷക്കാരെ ചാണക്യൻ അപമാനിക്കുന്ന തരത്തിലാണ് ഈ ശ്ലോകം രചിച്ചത് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചാണക്യന്റെ ഉദ്ദേശം അതല്ല. രാജ്യതന്ത്രങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിവരിക്കുകയാണ് ചാണക്യൻ ചെയ്യുന്നത്. ചാണക്യൻ നോവൽ ഡിസി ബുക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നതാണ്. ഷോറൂമുകളിൽ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കോ ഡീറ്റെയിൽസോ ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ്. ചാണക്യനീതിയെയും അർദ്ധശാസ്ത്രത്തെയും ചാണക്യന്റെ പ്രവൃത്തികളിലെ വൈരുദ്ധ്യങ്ങളെയും ചൂണ്ടിക്കാട്ടി ധാരാളം വിമർശനങ്ങൾ നൂറ്റാണ്ടുകളായി നടക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രഗുപ്തന്റെ നേതൃത്വത്തിൽ ഒരു അഖണ്ഡ ഭാരതം എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചാണക്യൻ പ്രവർത്തിക്കുന്നത്. സിന്ധു നദീതീരത്ത് തമ്പടിച്ചിരിക്കുന്ന അലക്സാണ്ടറുടെ ഒരു ഭാഗം സൈനികരെക്കുറിച്ച് ചാരന്മാർ നൽകിയ വിവരം വിശദമായി പഠിച്ച ശേഷം ചാണക്യൻ ചന്ദ്രഗുപ്തനോട് ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ ചാരന്മാർ എല്ലാവരും നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഒരേ തരത്തിലുള്ളതാണ്. അലക്സാണ്ടറോട് വളരെയധികം കൂറു പുലർത്തുന്നവരും യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത സൈനികരാണ് അലക്സാണ്ടറുടേത്. ചാണക്യൻ പറഞ്ഞു: നമ്മുടെ ചാരന്മാർ നൽകിയ വിവരം പരിപൂർണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ യാതൊരുവിധ പ്രലോഭനത്തിനും വഴങ്ങാത്തവരാണ് എന്ന വിവരമല്ല എനിക്ക് വേണ്ടത്. ഈ സൈനികരുടെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന വിവരമാണ് നമുക്ക് വേണ്ടത്. അലക്സാണ്ടറുടെ അഭാവത്തിൽ ഇപ്പോൾ സൈനികരെ ആരാണ് നയിക്കുന്നത്? അവർക്ക് നിർദ്ദേശം നൽകുന്നത് ആരാണ്? അലക്സാണ്ടറുടെ അഭാവത്തിൽ അവർ എന്തൊക്കെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു തുടങ്ങിയ വിവരങ്ങൾ നമുക്കാവശ്യമുണ്ട്. സൈനികർ എല്ലാവരും ഗ്രീക്കുകാരും യൂറോപ്പുകാരും മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല.
ഏതൊക്കെ രാജ്യത്തുള്ള സൈനികരാണ് ഇപ്പോൾ അലക്സാണ്ടർ സൈന്യത്തിൽ ചേർന്നിട്ടുള്ളത്, അവരുടെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ശരിയായ രീതിയിൽ ആക്രമണം നടത്തി അലക്സാണ്ടറുടെ സൈന്യത്തെ നമുക്ക് തുരത്തി ഓടിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് നീ തയ്യാറാക്കേണ്ടത്. ചന്ദ്രഗുപ്തനോട് ചാണക്യൻ ആജ്ഞാപിച്ചു. നമ്മുടെ ചാരന്മാർ ശേഖരിച്ച വിവരങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് ആ വിവരങ്ങൾ അപര്യാപ്തമാണ്. ചന്ദ്രഗുപ്തൻ തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. നമ്മൾ ആസൂത്രണം ചെയ്ത തന്ത്രങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മുടെ തന്ത്രങ്ങൾ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ സമയമായി എന്നർത്ഥം. പരാജയങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ കാരണങ്ങളുമുണ്ട്. നാം അത് കണ്ടെത്തണം. നമ്മുടെ പദ്ധതികളിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ചന്ദ്രഗുപ്തൻ ചാണക്യനോട് സംശയമുന്നയിച്ചു. നമ്മുടെ ചാരസംഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ പുരുഷന്മാർ മാത്രമാണ് ചാരന്മാരായി പ്രവർത്തിക്കുന്നത്. അലക്സാണ്ടറുടെ സൈന്യത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ അവർക്ക് വേണ്ടത്ര കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ചില പുതിയ തന്ത്രങ്ങൾ മെനയണം. അലക്സാണ്ടറുടെ സൈന്യത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ വനിതകളെ നിയോഗിക്കണം. വേണ്ടിവന്നാൽ അലക്സാണ്ടറുടെ സൈന്യത്തിലെ ഉന്നതരെ വധിക്കാൻ കഴിവുള്ള വനിതകളെയാണ് നിയോഗിക്കേണ്ടത്. അവരെ ഞാൻ വിഷകന്യകൾ എന്ന് നാമകരണം ചെയ്യുന്നു. ചാണക്യൻ തന്ത്രങ്ങൾ വിശദീകരിച്ചു. വിഷകന്യകളെ ഇറക്കിയാണ് നമ്മുടെ അടുത്ത നീക്കങ്ങൾ ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വനിതകളെ ചാരപ്രവൃത്തികൾക്കായി നിയോഗിക്കുന്ന ഒരു കീഴ്വഴക്കം ഇല്ലായിരുന്നു. അതുകൊണ്ട് വനിതകളെ വിഷകന്യകളാക്കി ചാരപ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കുന്നതിലെ ഔചിത്യത്തെക്കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ അല്പസമയം ആലോചിച്ചുകൊണ്ടിരുന്നു. ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരണങ്ങൾ ചാണക്യനോട് ചോദിക്കാനുള്ള ധൈര്യം ചന്ദ്രഗുപ്തനില്ലായിരുന്നു. ചന്ദ്രഗുപ്തന്റെ മനോഭാവങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും ചാണക്യൻ വായിച്ചറിഞ്ഞു. ചന്ദ്രഗുപ്തന്റെ എല്ലാ സംശയങ്ങൾക്കും ധർമ്മസങ്കടങ്ങൾക്കും ഉത്തരമായി ഒരു ശ്ലോകം ചാണക്യൻ ചൊല്ലിക്കേൾപ്പിച്ചു. നാപിതന്ത്യം സരളൈർഭവ്യം ഗദ്വപശ്യ വനസ്ഥലിം ഛിദ്യന്തേ സരളാസ്തത്ര കുബുജാസ്തിഷ്ഠന്തി പാദപ. സൗമ്യതയും ലാളിത്യവും വിനയവുമൊക്കെ ഒരു പരിധിയിൽ കൂടുന്നത് നല്ലതല്ല. വളവില്ലാത്തതും കാതലില്ലാത്തതുമായ വൃക്ഷങ്ങളാണ് ആദ്യം വെട്ടിമാറ്റുക. വളഞ്ഞു പിരിഞ്ഞതും കാതലുള്ളതുമായ വൃക്ഷങ്ങൾ വെട്ടിമാറ്റപ്പെടാതെ ദീർഘകാലം നിലനിൽക്കുന്നു. നനഞ്ഞിടം മാത്രമേ കുഴിക്കാറുള്ളൂ. വെട്ടിയാൽ വെട്ടേൽക്കാത്ത മരങ്ങളെ ആളുകൾ അവഗണിക്കുകയാണ് പതിവ്. നാം വളരെയധികം ശുദ്ധഗതിക്കാരും ആവശ്യത്തിലധികം നല്ലവരുമായി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ പറ്റിക്കുമെന്നാണ് ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതൊരു കാര്യവും ആവശ്യത്തിലധികം ആകാൻ പാടില്ല. അധികമായാൽ അമൃതും വിഷം തന്നെയാണ്. രാജതന്ത്രത്തിൽ ചിലപ്പോൾ ചില വളഞ്ഞ വഴികളും എളുപ്പമാർഗങ്ങളുമൊക്കെ സ്വീകരിക്കേണ്ടി വരുമെന്ന് ചന്ദ്രഗുപ്തൻ ഉപദേശിക്കുകയാണ് ചാണക്യൻ. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം അലക്സാണ്ടറുടെ സൈനിക ക്യാമ്പിൽ പ്രവേശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുവേണ്ടി ചന്ദ്രഗുപ്ത മൗര്യൻ ഏതാനും ചാരസുന്ദരികളെ തയ്യാറാക്കി. എന്നാൽ എല്ലാവരും ഒരുമിച്ച് അലക്സാണ്ടറുടെ പാളയത്തിലേക്ക് അയക്കുന്നതിൽ ചാണക്യൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് പല വിധത്തിലുള്ള സംശയങ്ങൾക്ക് ഇടയാക്കുകയും വിവരം അലക്സാണ്ടർ അറിയുകയും ചെയ്യും. ഇത് അവരുടെ നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഇവരിൽ ഏറ്റവും മിടുക്കിയായ ഒരു സുന്ദരിയെ തിരഞ്ഞെടുത്ത് അവളെ വിഷകന്യകയാക്കി അങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആയുധാഭ്യാസം ഉൾപ്പെടെ എല്ലാവിധ തന്ത്രങ്ങളിലും പരിശീലനം നൽകണം, ചാണക്യൻ നിർദ്ദേശിച്ചു. ചന്ദ്രഗുപ്തന്റെ താവളത്തിൽ നിന്നും വിദഗ്ധ പരിശീലനം നേടിയ ചാരവനിതകളിൽ ഏറ്റവും സുന്ദരിയും സമർത്ഥയുമായ ഒരു പെൺകുട്ടിയെ ചാണക്യനു മുമ്പിൽ ഹാജരാക്കി. ചാണക്യൻ പറഞ്ഞു, വലിയ ഒരു ദൗത്യമാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. നിനക്ക് ഭയമുണ്ടോ? അങ്ങയുടെ താവളത്തിൽ നിന്നും എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. കഠിനമായ ജോലിയാണെങ്കിലും അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ കഴിയും. നിന്നെ അബദ്ധത്തിൽ അവർ തിരിച്ചറിയുകയും തടവിലാക്കപ്പെടുകയും ചെയ്തേക്കാം. അവർ നിന്നെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയരാക്കി നിന്നിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കും. അപ്പോൾ നീ എന്തു ചെയ്യും? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്നെ അവർ തിരിച്ചറിയുകയും തടവിലാക്കുകയും ചെയ്യുന്നതിനു മുമ്പ് അവരെ ഞാൻ കൊന്നിരിക്കും. കാരണം ഞാൻ വിഷകന്യകയാണല്ലോ. ചിലപ്പോൾ അബദ്ധം ആർക്കും പറ്റാം. നീ അവരെ നേരിടുന്നതിനു മുമ്പായി ചിലപ്പോൾ നിന്നെ അവർ പിടികൂടുകയും വധിക്കുകയും ചെയ്താൽ എന്തു ചെയ്യും? നിനക്ക് സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ ഞങ്ങൾ അറിയും? ചാണക്യൻ വീണ്ടും വീണ്ടും അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഗുരു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം
എന്നെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാരും അവരെ നിരീക്ഷിക്കാൻ പിന്നെയും ചാരന്മാരും, അങ്ങനെ പല തട്ടിലായി എല്ലാ ചാരന്മാരും നിരീക്ഷണത്തിലായിരിക്കുമെന്ന കാര്യം എനിക്കറിയാം. അങ്ങയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വിദഗ്ധമായ പരിശീലനത്തിൽ എല്ലാ അടവുകളും നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ അങ്ങ് ആ വിവരങ്ങൾ അറിയുകയും പുതിയ തന്ത്രങ്ങൾ അങ്ങേക്ക് രൂപപ്പെടുത്താൻ കഴിയുകയും ചെയ്യും. വിഷകന്യകയായി തിരഞ്ഞെടുത്ത യുവതി സർവ്വതാ യോഗ്യതയുള്ളവളാണെന്ന് ചാണക്യന് മനസ്സിലായി. ഇവളെ അലക്സാണ്ടറുടെ താവളത്തിലേക്ക് നുഴഞ്ഞുകയറി രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ നിയോഗിക്കാൻ ചന്ദ്രഗുപ്തനോട് ചാണക്യൻ നിർദ്ദേശിച്ചു. വിഷകന്യകയെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാരെയും നിയോഗിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷകന്യക തിരിച്ചെത്തി. അവൾ വളരെ പരിഭ്രാന്തയായിരുന്നു. ചന്ദ്രഗുപ്തൻ അവളെ ചാണക്യന് മുമ്പിൽ ഹാജരാക്കി. അവളുടെ മുഖത്ത് ഭയവും പരിഭ്രാന്തിയും ചാണക്യൻ പെട്ടെന്നു തന്നെ വായിച്ചെടുത്തു. നിനക്കെന്തുപറ്റി? നീ ഇവിടെ നിന്ന് പോയപ്പോൾ വലിയ ആത്മവിശ്വാസമുള്ളവളായിരുന്നല്ലോ. ഇപ്പോൾ നീ ആകെ പരിഭ്രമിച്ചിരിക്കുന്നു. മുഖത്ത് ഭയം പടർന്നു നിൽക്കുന്നു. എന്താണ് അവർ നിന്നെ ഉപദ്രവിച്ചോ? ചാണക്യൻ ചോദിച്ചു. ഞാൻ പഠിച്ച വിദ്യകളൊന്നും അലക്സാണ്ടറുടെ സൈനികരുടെ മുമ്പിൽ വിജയിച്ചില്ല. ഉരുക്കുപോലുള്ള ശരീരവും ശരീരത്തെക്കാൾ ദൃഢതയുള്ള മനസ്സുമുള്ളവരാണവർ. അലക്സാണ്ടറോട് വളരെയധികം കൂറുപുലർത്തുന്നവരാണവർ. അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ അലക്സാണ്ടറുടെ സൈന്യത്തിലുണ്ട്. എന്നാൽ ഇവരെല്ലാം തന്നെ അലക്സാണ്ടറോട് യവനന്മാർക്കുള്ള അതേ സ്നേഹവും ബഹുമാനവും മനോഭാവവുമാണുള്ളത്. അവർക്ക് വീടിനെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ ഭാര്യയും മക്കളും എങ്ങനെ ജീവിക്കുന്നു എന്നോ ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. അലക്സാണ്ടർ ചക്രവർത്തി ലോക ചക്രവർത്തിയാകുന്ന മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കുകയാണവർ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. എന്നെ ആശ്ചര്യപ്പെടുത്തിയത് അതല്ല. ഈ സൈനികരെല്ലാം എന്നോട് വളരെ ആദരവും സ്നേഹത്തോടുമാണ് പെരുമാറിയത്. ഒരാൾ പോലും എന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. ഇവരുടെ സ്വഭാവ സവിശേഷതകൾ നാം പഠിച്ചതിൽ നിന്നും നാം കരുതുന്നതിൽ നിന്നും ഒക്കെ തികച്ചും വിഭിന്നമാണ്. അലക്സാണ്ടറുടെ സൈന്യത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുമൊക്കെ പൊതുവായ ഈ സ്വഭാവ രീതികൾ അനുവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വിഷകന്യക പറഞ്ഞതിനു ശേഷം ചാണക്യൻ കുറച്ചുനേരം ചിന്തയിലാണ്ടു. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, നമുക്കാവശ്യമായ വിവരങ്ങളൊക്കെ ഇവൾ ശേഖരിച്ചിരിക്കുന്നു. വിഷകന്യകയിൽ നിന്നും അറിയേണ്ട കാര്യങ്ങളൊക്കെ നാം അറിഞ്ഞുകഴിഞ്ഞു. അവൾ പറഞ്ഞതിൽ നമുക്കനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നാം വേർതിരിച്ചെടുക്കണം. ഏതു പ്രശ്നങ്ങൾക്കും ഉത്തരം ആ പ്രശ്നങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്താൽ ഏതു പ്രശ്നങ്ങളും നമുക്ക് അതിജീവിക്കാൻ കഴിയും. പരിഹാരങ്ങളില്ലാത്ത ഒരു പ്രശ്നങ്ങളും ലോകത്തില്ല. നാം മേൽത്തട്ടു മാത്രം കണ്ട് പരിഭ്രമിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. ആഴത്തിലിറങ്ങിച്ചെന്നാൽ പരിഹാരങ്ങളുടെ പവിഴവും മുത്തും ദർശിക്കുവാൻ കഴിയും. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ബുദ്ധിമാന്മാരും അലക്സാണ്ടറോട് 100% കൂറുപുലർത്തുന്നവരുമായ സൈനികരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ചാരന്മാരിൽ ആരെങ്കിലും നമ്മളയച്ച വിഷകന്യക ആരെന്നു തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കരുതുതെങ്കിൽ അത് തികച്ചും മണ്ടത്തരമായിരിക്കും. ഇവൾ ചാരവനിതയാണെന്ന് ബുദ്ധിമാന്മാരായ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾക്കവിടെ നിന്നും കൂടുതൽ രഹസ്യങ്ങളൊന്നും ചോർത്താൻ കഴിയാത്തത്. എന്നാൽ വിഷകന്യകയെ വധിക്കാതെ അവർക്ക് തിരിച്ചുപോകാൻ പട്ടാളക്കാർ അവസരമൊരുക്കി. അതിൽ നിന്നും നാം ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വിഷകന്യകയെ ചോദ്യം ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല എന്നാണ് അവൾ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിൽ നിന്നും ചന്ദ്രഗുപ്തന് എന്തു മനസ്സിലായി? അവളൊരു ഇരട്ടച്ചാര വനിതയായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ രഹസ്യങ്ങൾ അവർക്കും അവരുടെ രഹസ്യങ്ങൾ നമുക്കും ചോർത്തി നൽകുന്ന ഇരട്ട പ്രതിനിധി. ചന്ദ്രഗുപ്തൻ മറുപടി നൽകി. ചാണക്യൻ പറഞ്ഞു, അവളുടെ മുഖഭാവങ്ങളിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് അവൾ ഇരട്ടച്ചാര വനിത അല്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരഭാഷയിൽ നിന്നും അവർ പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഈ സംഭവത്തെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കിയത്. ചാണക്യൻ തുടരുന്നു. അവൾ ചാരവനിതയാണ് എന്നറിഞ്ഞിട്ടും അലക്സാണ്ടറുടെ സൈനികർ അവളെ തിരിച്ചു പോകാൻ അനുവദിച്ചതിൽ നിന്ന്
നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അലക്സാണ്ടറുടെ സൈനികർ വളരെയധികം മനോബലം ഉള്ളവരും മനോനിയന്ത്രണം ഉള്ളവരുമാണ്. എന്നാൽ അവളെ കണ്ടപ്പോൾ അവർക്ക് തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഓർമ്മകളുണ്ടായി കാണും. അതുകൊണ്ടാണ് അവർ അവളെ ഉപദ്രവിക്കാതെ വിട്ടത്. ഇവളെ കണ്ടപ്പോൾ അവരുടെ സഹോദരിയായി, ഭാര്യയായി, മകളായി, ബന്ധുക്കളായി, അമ്മയായി ഒക്കെ സങ്കൽപ്പിച്ചു കാണും. ആ ബഹുമാനം ഇവൾക്ക് അവർ നൽകി. വളരെ കാലം നാടും വീടും വിട്ട് യുദ്ധക്കളത്തിൽ മാത്രം ജീവിച്ച അലക്സാണ്ടറുടെ പടയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വം ഉണർന്നു കാണും. ഇതാണ് അവരുടെ ബലഹീനത. ഒരാളുടെ ദൗർബല്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. അവരുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും ഉണർത്തുകയും വളർത്തുകയും ചെയ്താൽ അവർ തളരും. അവർ മാനസികമായി തളർന്നു കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ചെയ്യാൻ വിമുഖത കാണിക്കും. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. യുദ്ധം ചെയ്യാനുള്ള മനോഭാവം മാറി ആർദ്രതയും അലസതയും അലക്സാണ്ടറുടെ പടയാളികളെ പിടികൂടും. അലക്സാണ്ടർ ചക്രവർത്തി നിർബന്ധിപ്പിച്ച് ഭീഷണി മുഴക്കിയും സൈനികരെ യുദ്ധമുന്നണിയിലേക്ക് നയിച്ചാൽ അവർ ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി കൂടുതൽ വിഷകന്യകളെ പരിശീലിപ്പിക്കുകയും കൂട്ടം കൂട്ടമായി അലക്സാണ്ടറുടെ സൈനിക താവളത്തിലേക്ക് അയക്കുകയും ചെയ്യണം. നമ്മൾ കൂടുതൽ വിഷകന്യകളെ അയച്ചാൽ ശത്രുക്കൾ ആദ്യം കാണിച്ച സൗഹാർദ്ദ മനോഭാവം വീണ്ടും പുലർത്തുമെന്ന് കരുതുന്നതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ചന്ദ്രഗുപ്തൻ ചോദിച്ചു. യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ വിഷകന്യകളിൽ ചിലർ വധിക്കപ്പെടാം. ചിലപ്പോൾ മുഴുവൻ പേരും ഉന്മൂലനം ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്കിടയിൽ അലസതയും ആശയക്കുഴപ്പങ്ങളും നാടിനെയും വീടിനെയും കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്ത് നിന്റെ നേതൃത്വത്തിൽ സൈനികർ അലക്സാണ്ടറുടെ സൈന്യത്തിൽ നുഴഞ്ഞു കയറുകയും അവിടെ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുകയും ചെയ്യണം. ഇങ്ങനെ നമുക്ക് അവർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ അലക്സാണ്ടറുടെ സൈന്യത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിയും. ചാണക്യൻ തന്ത്രങ്ങൾ വിശദീകരിച്ചു. ഗുരു, ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? ആരും കാണാത്തത് കാണും, ആരും കേൾക്കാത്തത് കേൾക്കും. ചന്ദ്രഗുപ്തൻ ചിന്തിച്ചു. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ ധാരാളം വനിതകളെ അങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്തു. അവരെ അലക്സാണ്ടറുടെ സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറാൻ നിയോഗിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ അയച്ച ഈ വിഷകന്യകൾ വളരെ വിജയകരമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നു. ഉന്നതരായ പല സൈനിക ഉദ്യോഗസ്ഥരെയും ചാരന്മാരെയും പ്രലോഭനങ്ങൾക്ക് വശംവദരാക്കി വിഷം കുത്തിവെച്ചു കൊന്നു. സൈനിക താവളത്തിലാകെ പരിഭ്രാന്തിയും പരസ്പര വിശ്വാസമില്ലായ്മയും ഉടലെടുത്തു. എന്നാൽ വിഷകന്യകൾക്ക് അധികം നാൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വിഷകന്യകളാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് അലക്സാണ്ടറുടെ സൈനിക നേതൃത്വം മനസ്സിലാക്കി. വിഷകന്യകളിൽ ഭൂരിപക്ഷം പേരും വധിക്കപ്പെട്ടു. ചാണക്യൻ നോവൽ ഡിസി ബുക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നതാണ്. ഷോറൂമുകളിൽ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കോ ഡീറ്റെയിൽസോ ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ്. അലക്സാണ്ടറുടെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ചില വിഷകന്യകമാർ ചാണക്യനു സമീപം തിരിച്ചെത്തി അവർ വിവരങ്ങൾ ധരിപ്പിച്ചു. സംഭവങ്ങൾ വിശദമായി പഠിച്ച ശേഷം ചാണക്യൻ ചന്ദ്രഗുപ്തനോട് പറഞ്ഞു, വിവരങ്ങൾ ചാരന്മാർ മുഖേന അലക്സാണ്ടർ അറിഞ്ഞുകാണും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അലക്സാണ്ടർ സിന്ധു നദീതീരത്തു തിരിച്ചെത്താൻ എല്ലാ സാധ്യതകളുമുണ്ട്. അലക്സാണ്ടർ തിരിച്ചെത്തിയാൽ നമ്മുടെ എല്ലാ പദ്ധതികളും പാളും. ആയതിനാൽ അലക്സാണ്ടർ തിരിച്ചെത്തും മുമ്പ് തന്നെ സിന്ധു നദീതീരത്ത് തമ്പടിച്ചിരിക്കുന്ന പട്ടാളക്കാരെ അവിടെ നിന്നും തുരത്തുന്നതിനു വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണം. അനന്തശാസ്ത്രം ബഹുലാശ്വവിദ്യ അൽപശ്യ കാലോ ബഹു വിഘ്നതജ യച്ചാരഭൂതം തതുപാസനീയം ഹംസോ യഥാ ക്ഷീരമാവൂ മധ്യാൽ. അനന്തമായ നമ്മുടെ ശാസ്ത്രപരമ്പര വിവിധ മേഖലകളിൽ അറിവുകൾ വർദ്ധിപ്പിക്കുന്നു. വളരെ ഹ്രസ്വമായ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടതായും വരും. അതുകൊണ്ട് വിജ്ഞാന സമ്പാദനത്തിനായി ശ്രമിക്കുന്ന ഒരാൾ അരയന്നത്തിന്റെ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാൽ മാത്രം വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് അരയന്നങ്ങൾക്കുണ്ട്. അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം വിവിധ മേഖലകളിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹ്രസ്വമായ ജീവിതകാലം മാത്രമുള്ള മനുഷ്യൻ
ശാസ്ത്ര പുരോഗതിക്കൊപ്പം മുന്നേറാൻ ശ്രമിക്കുന്നതോടൊപ്പം അവന്റെ ജീവിത പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. തന്മൂലം ശാസ്ത്രീയ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും എത്തിച്ചേരാൻ അവന് സാധിക്കുകയില്ല. ഇത്തരുണത്തിൽ അവന് കരണീയമായിട്ടുള്ളത് അരയന്നത്തിന്റെ ശൈലി സ്വീകരിക്കുകയാണ്. പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാൽ തന്നെ വേർതിരിച്ചെടുക്കുകയാണ് അരയന്നം ചെയ്യുന്നത്. അതുവഴി അതിനാവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുവാൻ കഴിയുന്നു. അതുപോലെ മനുഷ്യനാവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുവാൻ സാധിച്ചാൽ അവന്റെ വിഷമതകൾ ലഘൂകരിക്കുവാൻ സാധിക്കും. അരയന്നത്തെ ഇവിടെ ഉദാഹരണമാക്കുന്നത് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള ഒന്നാണ്. പാലിൽ നിന്ന് വെള്ളവും പാലും വേർതിരിച്ച് പാൽ മാത്രം കുടിക്കുവാനുള്ള ഒരു അപൂർവ സിദ്ധി അരയന്നങ്ങൾക്കുണ്ടെന്നാണ് സങ്കല്പം. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു പക്ഷിയാണ് അരയൻ. എന്നാൽ അരയന്നം താമസിക്കുന്നത് ചെളിയിലാണ്. ചെളിയിൽ താമസിക്കുന്ന അരയന്നങ്ങളെ ചെളിയുടെ യാതൊരു ദുർഗന്ധമോ ദോഷങ്ങളോ ബാധിക്കുന്നില്ല. ശരിയും തെറ്റും എത്ര കൂടിക്കലർന്ന് കിടന്നാലും അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കിടന്നാൽ പോലും അരയന്നങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് സാരം. അലക്സാണ്ടറുടെ ക്യാമ്പിലേക്ക് അയക്കപ്പെട്ട വിഷകന്യകൾ വധിക്കപ്പെട്ടതറിഞ്ഞ് തങ്ങളുടെ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ചന്ദ്രഗുപ്ത മൗര്യനെ വീണ്ടും കർത്തവ്യനിരതനാക്കുന്നതിനു വേണ്ടി ചാണക്യൻ ചില ഉപദേശങ്ങൾ നൽകുകയാണ് ഇവിടെ. ചാണക്യന്റെ ചില ഉപദേശങ്ങൾ സന്ദർഭത്തിനനുസൃതമല്ല എന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടു നിൽക്കുന്നവർക്ക് ദൂരവ്യാപകമായി ഉണ്ടാകാവുന്ന ചില സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉപദേശം നൽകുകയാണ് ചാണക്യൻ ചെയ്യുന്നത്. അലക്സാണ്ടറുടെ സൈനികരെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ ചന്ദ്രഗുപ്തനോട് വിശദീകരിക്കുകയാണ് ചാണക്യൻ. നമ്മുടെ സൈനിക താവളത്തിലുള്ള മിടുക്കന്മാരായ ഏതാനും സൈനികരെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കണം. അവർ അലക്സാണ്ടറുടെ താവളത്തിലേക്ക് വേഷപ്രച്ഛന്നരായി കയറണം. അലക്സാണ്ടറുടെ സൈനിക താവളത്തിൽ എല്ലാ രാജ്യത്തു നിന്നുമുള്ള പട്ടാളക്കാരും ആയതിനാൽ അവിടെ നുഴഞ്ഞു കയറുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അലക്സാണ്ടറുടെ സൈനിക താവളത്തിൽ പ്രവേശിച്ച് നമ്മുടെ സൈനികർ എന്തൊക്കെ കുഴപ്പങ്ങൾ അവിടെ സൃഷ്ടിക്കാമോ അവയൊക്കെ സൃഷ്ടിച്ച ശേഷം അവിടെ നിന്നും രക്ഷപ്പെടണം. തന്റെ പുതിയ തന്ത്രങ്ങളെക്കുറിച്ച് പദ്ധതികളെക്കുറിച്ചും ചാണക്യൻ അങ്ങനെ വിശദീകരിക്കുകയാണ്. ചാണക്യന്റെ പദ്ധതികൾ കേട്ട് ഉടൻ തന്നെ ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ഗുരു, ഉടൻ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മിടുക്കന്മാരായ സൈനികരെ തിരഞ്ഞെടുത്ത് അവരോടൊപ്പം ഞാൻ അലക്സാണ്ടറുടെ താവളത്തിൽ പ്രവേശിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി കഴിയുന്നത്ര സൈനികരെ വധിച്ച ശേഷം സുരക്ഷിതമായി ഞാനിവിടെ തിരിച്ചെത്തും. എനിക്ക് അതിനുള്ള അനുവാദം നൽകിയാലും. ചന്ദ്രഗുപ്തന്റെ ആവേശം തുളുമ്പുന്ന വാക്കുകൾ കേട്ട് ഉടൻ തന്നെ ചാണക്യൻ പറഞ്ഞു, മുമ്പിൽ നിന്ന് നയിക്കുന്നവനല്ല യഥാർത്ഥ നേതാവ്. നേതാവ് പിന്നിൽ നിന്ന് നയിക്കണം. മുന്നിൽ നിന്ന് നയിക്കുന്നവൻ ശത്രുക്കളുടെ വാൾമുനയേറ്റ് ആദ്യം തന്നെ നിലംപതിച്ചേക്കാം. എന്നാൽ അണികൾക്ക് പ്രചോദനം നൽകി അവരുടെ തെറ്റുകുറ്റങ്ങൾ മാറി നിന്നു മനസ്സിലാക്കി വേണ്ടപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഓരോ അണികളെയും പ്രചോദിപ്പിച്ച് മുന്നോട്ടു നയിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ നേതാവ്. നേതാവ് പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവനും പ്രശ്നങ്ങളുടെ ഒരു ഭാഗം മാത്രമായി മാറും. നീ ചൂതുകളി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കളിക്കളത്തിൽ കരുക്കൾ നീക്കുന്നവൻ തനിക്ക് എവിടെയൊക്കെയോ തെറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയില്ല. എന്നാൽ മാറി നിന്ന് കളി കാണുന്നവന് എങ്ങനെയൊക്കെയാണ് കരുക്കൾ നീങ്ങുന്നത് എന്ന്, എവിടെയൊക്കെയാണ് ഓരോരുത്തർക്കും പാളിച്ച പറ്റുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അണികളെ മനസ്സിലാക്കുവാനും ഓരോരുത്തരുടെയും കഴിവുകൾ അനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുവാനും കഴിയുന്നവനാണ് യഥാർത്ഥ നേതാവ്. ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടവനല്ല നേതാവ്. ഓരോ ജോലിക്കും അനുയോജ്യരായവരെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവനാണ് നേതാവ്. അണികൾ ചെയ്യുന്ന കാര്യങ്ങൾ അകക്കണ്ണിലൂടെയും പുറക്കണ്ണിലൂടെയും വീക്ഷിക്കുകയും രക്ഷിക്കേണ്ടതിനെ രക്ഷിക്കുകയും ശിക്ഷിക്കേണ്ടതിനെ ശിക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ നേതാവ്. വെള്ളത്തിൽ മുങ്ങിച്ചാവേണ്ടവനല്ല നേതാവ്. മുങ്ങിച്ചാവാതിരിക്കാൻ നീന്തൽ വിദഗ്ധൻ ആകേണ്ടവനുമല്ല നേതാവ്. നീന്താതെ മുങ്ങാതെ വെള്ളത്തിൽ താളം ചവിട്ടി പൊങ്ങിക്കിടക്കാൻ കഴിയുന്നവനായിരിക്കണം നേതാവ്. ആത്യന്തികമായി വിജയിക്കുന്നത് അയാളാണ്. വിജയിച്ചവരുടെ ചരിത്രമാണ് ലോകചരിത്രം. നേതാവിനുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് ചാണക്യന്റെ വിശദീകരണം കേട്ടപ്പോൾ ചന്ദ്രഗുപ്തൻ ഒരു സംശയം ഉന്നയിച്ചു. ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് ചങ്കൂറ്റത്തോടെ മുന്നിൽ നിന്ന് നയിക്കുന്നവനാണ് നേതാവ് എന്നാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു പിന്നിൽ നിന്ന് നയിക്കുന്നവനാണ് നേതാവ്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഗുരു. അപ്പോൾ ചാണക്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടും ശരിയാണ്, എന്നാൽ തെറ്റുമാണ്.
ശരിതെറ്റുകൾ ഓരോ സന്ദർഭങ്ങൾക്കും അനുസരിച്ച് മാറിയും മറിഞ്ഞുമിരിക്കും. ഒരിക്കൽ ശരി എന്ന് നമ്മൾ കരുതുന്നത് മറ്റൊരിക്കൽ തെറ്റായി മാറും. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ അരയന്നങ്ങളുടെ സ്വഭാവം വേണ്ടത്. സന്ദർഭങ്ങൾക്കും കാലഘട്ടത്തിനും അനുയോജ്യമായ ശരി തിരഞ്ഞെടുക്കണം. ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാം. ഇപ്പോൾ നീ അലക്സാണ്ടറുടെ സൈനിക താവളത്തിലേക്ക് ഏതാനും സൈനികരെ നേതൃത്വം നൽകിക്കൊണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ അത് മഹാവിഡ്ഢിത്തം എന്നേ പറയാനുള്ളൂ. കാരണം അലക്സാണ്ടറുടെ സൈനികർ ഏതു നിമിഷവും നിന്നെ പിടികൂടാം. അലക്സാണ്ടറുടെ സൈനിക താവളത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിന്റെ മുന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. മഗധയിലെ നന്ദ മഹാരാജാവിനെ തോൽപ്പിച്ച് സിംഹാസനം പിടിച്ചടക്കുക എന്ന വലിയൊരു ലക്ഷ്യം. അലക്സാണ്ടറുടെ സൈനിക താവളത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പരിശീലനം ലഭിച്ച ഏതാനും സൈനികരെ നിയോഗിച്ചാൽ മതി. സുരക്ഷിതമായ ഒരു താവളത്തിൽ ഒളിച്ചിരുന്നുകൊണ്ട് നീ നിയോഗിച്ച സൈനികരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ഇപ്പോൾ വേണ്ടത്. അപകടകരം എന്നു കണ്ടാൽ അവിടെ നിന്ന് നീ രക്ഷപ്പെടുകയും വേണം. അതായിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ട തന്ത്രം. എന്നാൽ ധനനന്ദനെതിരെയുള്ള യുദ്ധത്തിൽ നീ സൈനികർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് യുദ്ധമുന്നണിയിൽ യുദ്ധം നയിക്കണം. അവിടെ നീ സുരക്ഷിതമായിരിക്കും. കാരണം നിന്നെ വലയം ചെയ്ത് എല്ലാ സന്നാഹങ്ങളും കൂടിയ ഒരു വലിയ സൈന്യമുണ്ട്. ധനനന്ദനെതിരെയുള്ള യുദ്ധത്തിൽ നീ പിന്നിൽ നിന്ന് നയിച്ചാൽ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ രാജ്യം പിടിച്ചടക്കും. എവിടെയൊക്കെ മുന്നിൽ നിന്ന് നയിക്കണം, ഏതു സന്ദർഭത്തിൽ പിന്നിൽ നിന്ന് നയിക്കണം എന്ന് നിനക്കിപ്പോൾ ബോധ്യമായി എന്ന് ഞാൻ കരുതുന്നു. അരയന്നങ്ങൾ എങ്ങനെയാണോ പാലും വെള്ളവും കൂടിക്കലർന്നു കിടക്കുന്ന പാനീയത്തിൽ നിന്ന് പാൽ മാത്രം വേർതിരിച്ചെടുത്ത് കുടിക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ തെറ്റും ശരിയും ഇടകലർന്ന് കിടക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്കുമുണ്ടാകും. അവിടെ സന്ദർഭത്തിനനുസരിച്ച് ശരിയേത് തെറ്റേത് എന്ന് തിരഞ്ഞെടുത്ത് മുന്നേറുവാൻ നമുക്ക് കഴിയണം എന്ന് ചാണക്യൻ പറഞ്ഞവസാനിപ്പിച്ചു. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ ഏതാനും വിദഗ്ധരായ സൈനികരുമായി സിന്ധു നദിക്കരയിലെത്തി. മുളകൾ വെട്ടി ചങ്ങാടങ്ങളുണ്ടാക്കി. അതിലൂടെ സിന്ധു നദിയുടെ മറുകരയിലെത്തി. ചങ്ങാടങ്ങൾ കാടിനുള്ളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ച ശേഷം സൈനികരുമായി ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടറുടെ സൈനിക താവളത്തിന് കുറച്ചകലെയെത്തി. അപ്പോൾ ചാണക്യൻ പറഞ്ഞ വാക്കുകൾ ചന്ദ്രഗുപ്തന്റെ ഓർമ്മയിലെത്തി. അണികളെ പിന്നിൽ നിന്ന് നയിക്കേണ്ടവനാണ് നേതാവ്. ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട തന്ത്രം അതാണ്. സൈനികരെ താവളത്തിലേക്ക് അയക്കുകയും സുരക്ഷിതമായ അകലത്തിൽ ഒരു ഒളിത്താവളം ഉണ്ടാക്കി ചന്ദ്രഗുപ്തൻ താമസിക്കുകയും ചെയ്തു. വിവരങ്ങൾ അപ്പപ്പോൾ തന്നെ അറിയുന്നതിനു വേണ്ടി ചില ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ചന്ദ്രഗുപ്തന്റെ സൈനികർ രഹസ്യമായി അലക്സാണ്ടർ ക്യാമ്പിൽ നുഴഞ്ഞു കയറുകയും അവിടെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സൈനികർ താമസിച്ചിരുന്ന ചില കൂടാരങ്ങൾ അവർ അർദ്ധരാത്രിയിൽ തീവച്ചു. പലരും വെന്തു മരിച്ചു. കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു ചാടിയ ചിലരെയൊക്കെ വധിക്കുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങൾ ഇത് ആവർത്തിക്കപ്പെട്ടു. അലക്സാണ്ടറുടെ താവളത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ചന്ദ്രഗുപ്തന്റെ രഹസ്യ നീക്കങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഈ സംഘടനകൾക്കിടയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ജോലിക്ക് നിയോഗിച്ച സൈനികരും പൂർണ്ണമായി വധിക്കപ്പെട്ടു. താൻ നിയോഗിച്ച സൈനികരിൽ നിന്നും ചാരന്മാരിൽ നിന്നും വിവരങ്ങൾ ഒന്നും ലഭ്യമാകാതെ വന്നപ്പോൾ ചന്ദ്രഗുപ്തന് മനസ്സിലായി ദൗത്യം പൂർത്തിയാവുകയും ചാവേറായി നിയോഗിക്കപ്പെട്ടവർ വധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചാണക്യൻ പിന്നിൽ നിന്ന് നയിക്കാൻ തനിക്ക് നിർദ്ദേശം നൽകിയതെന്ന കാര്യം അപ്പോൾ ചന്ദ്രഗുപ്തന് മനസ്സിലായി. ഇനി ഇവിടെ തങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല. ചന്ദ്രഗുപ്തൻ ഒളിപ്പിച്ചു വച്ചിരുന്ന ചങ്ങാടത്തിൽ കയറി സിന്ധു നദി കടന്ന് മറുകരയിലെത്തി. ചാണക്യൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞ സംതൃപ്തിയോടെ ചന്ദ്രഗുപ്ത മൗര്യൻ തിരികെ സ്വന്തം സൈനിക താവളത്തിലേക്കെത്തി. സിന്ധു നദീതീരത്തുള്ള തന്റെ സൈനിക താവളത്തിൽ നടക്കുന്ന കുഴപ്പങ്ങൾ ചാരന്മാർ മുഖേന അലക്സാണ്ടർ ചക്രവർത്തി അറിഞ്ഞു. ഭാരതത്തിലെ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കാനുള്ള തന്റെ ഉദ്യമം തൽക്കാലം അവസാനിപ്പിക്കുവാൻ അലക്സാണ്ടർ തീരുമാനിച്ചു. പൗരവദേശത്തു നിന്നും അലക്സാണ്ടർ ചക്രവർത്തി സിന്ധു നദിക്കരയിലുള്ള തന്റെ സൈനിക താവളത്തിലേക്ക് മടങ്ങി. താവളത്തിൽ തിരിച്ചെത്തിയ അലക്സാണ്ടർ കണ്ടത് ആത്മവീര്യം നഷ്ടപ്പെട്ട സൈനികരെയാണ്. പലരും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായി അലക്സാണ്ടർക്ക് മനസ്സിലായി. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ തനിക്ക് ഇനി യാതൊരു വിധത്തിലും വിജയിക്കുവാൻ കഴിയില്ല എന്ന് അലക്സാണ്ടർക്ക് മനസ്സിലായി. സൈനികരെ മുഴുവൻ ഒന്നിച്ച് അണിനിരത്താൻ അലക്സാണ്ടർ ഉത്തരവായി. സൈനികരുടെ മുമ്പിൽ നടുവിൽ തന്റെ പ്രിയപ്പെട്ട കുതിരപ്പുറത്ത് അലക്സാണ്ടർ കയറി നിന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ചെറുപ്രസംഗം നടത്തി. അലക്സാണ്ടറുടെ പ്രസംഗം സൈനിക താവളത്തിലെ എല്ലാ അറ്റത്തും എത്തുന്നതിനു വേണ്ടി
പ്രസംഗം ഏറ്റുപറയാൻ ചില സ്ഥലങ്ങളിൽ ആളുകളെ നിയോഗിച്ചു. വീടും നാടും വിട്ട് തന്റെ കൂടെ യുദ്ധക്കളത്തിൽ പോരാടുന്ന സൈനികരെ അലക്സാണ്ടർ അഭിവാദ്യം ചെയ്തു. വർഷങ്ങളോളമുള്ള യാത്രയും യുദ്ധവും വീടിനെയും നാടിനെയും കുറിച്ചുള്ള ഓർമ്മകളും നിങ്ങളെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്. അതിനാൽ ഒരു പുതിയ തീരുമാനം കൈക്കൊള്ളുകയാണ്. സൈന്യത്തിലെ 1/3 വിഭാഗം ആളുകൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അലക്സാണ്ടർ അനുമതി നൽകുന്നു. നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ അവരുടെയും അവരുടെ 3 തലമുറകൾക്കും സുഖമായി ജീവിക്കുവാനുള്ള സമ്പത്ത് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാതിരിക്കാം. അവർക്ക് സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അലക്സാണ്ടർ ചക്രവർത്തി ചെയ്തു കൊടുക്കുന്നതാണ്. തന്റെ അധീനതയിലുള്ള സാമന്ത രാജാക്കന്മാർക്ക് അതിനുവേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നതാണ്. നാട്ടിൽ പോയി തിരിച്ചു വരുന്നവർക്ക് വളരെയധികം സ്വാഗതം. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നാട്ടിൽ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. മടങ്ങി വരാനും വരാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്റെ ഭടന്മാർക്ക് നൽകിക്കൊണ്ട് 1/3 സൈനികർക്ക് ജന്മദേശത്തേക്ക് തിരിച്ചു പോകുവാനുള്ള അവകാശം അലക്സാണ്ടർ പ്രഖ്യാപിച്ചു. വികാരനിർഭരമായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസംഗം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മഹാമനസ്കതയിലും ഉദ്യോഗസ്ഥന്മാരോടുള്ള പെരുമാറ്റത്തിലും സൈനികർ പകച്ചുനിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ 1/3 വിഭാഗം സൈനികർക്ക് അനുവാദം ലഭിച്ചെങ്കിൽ വളരെ കുറച്ചു സൈനികർ മാത്രമാണ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയത്. അലക്സാണ്ടർ ചക്രവർത്തിയെ വിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകേണ്ടതില്ല എന്ന് അവർ അലക്സാണ്ടർ ചക്രവർത്തിയോട് പറയുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി എവിടെയാണ് അവിടെയാണ് ഞങ്ങളുടെ നാടും വീടും എന്ന് ബഹുഭൂരിപക്ഷം സൈനികരും തീരുമാനിച്ചു. തന്റെ സൈനികർക്ക് തന്നോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും അലക്സാണ്ടറുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ചു. ഇതിനിടയിൽ കാലാവസ്ഥ വളരെ മോശമായി. വിവിധ രാജ്യങ്ങളിലുള്ള സൈനികരായിരുന്നു അലക്സാണ്ടറുടെ സൈന്യത്തിലുണ്ടായിരുന്നു. തങ്ങളുടെ നാട്ടിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ കാലാവസ്ഥയായിരുന്നു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം സൈനികരും ഇന്ത്യയിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. നല്ലൊരു ശതമാനം സൈനികർ രോഗബാധിതരായി. അവരിൽ പലരും മരിച്ചു. അപ്പോഴും അലക്സാണ്ടർ ചക്രവർത്തിയെ ഇന്ത്യയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ അവർ തയ്യാറായില്ല. സൈനികർക്ക് തന്നോടുള്ള ആദരവും ബഹുമാനവും അവർക്ക് തിരിച്ചു നൽകണമെന്ന് അലക്സാണ്ടർ ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ ഭാരതത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. കാല കാനിമിത്രാണി കോ ദേശഃ കൗ വ്യായാഗമൗ കച്ചാഹം കാജമേ ശക്തി ഇതി ചിന്ത്യം മുഹൂർമുഹു. സമയത്തിന്റെ ആനുകൂല്യത്തെപ്പറ്റിയും സുഹൃത്തുക്കളുടെ ആനുകൂല്യത്തെപ്പറ്റിയും വാസസ്ഥലത്തിന്റെ അനുയോജ്യതയെപ്പറ്റിയും തന്റെ വരുമാനത്തെപ്പറ്റിയും ഒരുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് തന്നെപ്പറ്റിയും സ്വന്തം കഴിവുകളെപ്പറ്റിയും ആത്മപരിശോധന നടത്തണം. വ്യക്തിജീവിതത്തിൽ അനുപേക്ഷണീയമായ ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആത്മപരിശോധനയുടെ ആവശ്യകതയിലേക്കാണ് ഈ ശ്ലോകം വിരൽ ചൂണ്ടുന്നത്. മനുഷ്യന് ലഭ്യമായിട്ടുള്ള സമയം, സുഹൃത്തുക്കൾ, വീട്, വരുമാനം ഇവയൊക്കെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായി സമയത്തിന്റെ വില മനസ്സിലാക്കി ഔചിത്യപൂർവം സമയം ചെലവഴിക്കേണ്ടത് ജീവിത വിജയത്തിന്റെ അത്യന്താപേക്ഷിതമാണ്. അലസന്മാർക്ക് ഒന്നിനും ഒരിക്കലും സമയമുണ്ടാകാറില്ല. സമയം ദുരുപയോഗപ്പെടുത്താതെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവന് എല്ലാം പൂർത്തിയാക്കുവാൻ കഴിയും. അവന്റെ പ്രയത്നങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ചെയ്യും. സമയത്തിന്റെ വിനിയോഗമാണ് ജയപരാജയങ്ങൾ നിർണയിക്കുക. സുഹൃത്തുക്കളുടെ കാര്യവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നല്ല സുഹൃത്തുക്കൾ എക്കാലവും നമുക്കൊരു താങ്ങായിരിക്കും. നമ്മളെ തെറ്റായ വഴിക്ക് നയിക്കുന്നവരും എപ്പോഴും നെഗറ്റീവ് എനർജി മാത്രം നൽകുന്ന സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുക. കള്ളന്മാരിൽ നിന്നും പിടിച്ചുപറിക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അവയിൽ നിന്നും രക്ഷ നേടുക. ആയുസ്സിന്റെ നല്ല ഭാഗം കവർന്നെടുക്കുന്ന കള്ളന്മാരാണവർ. സ്വന്തം വീടും പരിസരവും അയൽപ്പക്കവും എല്ലാം എന്നും നിരീക്ഷണ വിധേയമായിരിക്കണം. സ്വന്തം കുടുംബാംഗങ്ങളുടെ വിശ്വസ്തതയും ത്യാഗസന്നദ്ധതയുമൊക്കെ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരും. അയൽക്കാരുടെ പ്രവൃത്തികൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അവയെ ഉൾക്കൊള്ളാനും തിരസ്കരിക്കാനും സാധിക്കണം. സ്വന്തം കുടുംബത്തിന്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും ഉതകും വിധം
തന്റെ വരുമാനം വിനിയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തന്റെ വരുമാന പരിമിതി മനസ്സിലാക്കി മിതവ്യയത്തിലൂടെ ജീവിക്കുവാൻ എന്നും ഒരു തിരിഞ്ഞുനോട്ടവും ആത്മപരിശോധനയും ആവശ്യമാണ്. എല്ലാറ്റിനുമുപരിയായി സ്വയം വിമർശനത്തിനും നാം തയ്യാറാകണം. സ്വന്തം കഴിവുകളെപ്പറ്റിയുള്ള യഥാർത്ഥ ബോധ്യം ജീവിത വഴിത്താരയിൽ മാർഗദർശകമായി ഭവിക്കും. ചുരുക്കത്തിൽ, ജീവിത വിജയം നേടുവാൻ ആവശ്യമായ ഘടകങ്ങളാണ് ചാണക്യഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. ചാണക്യൻ പ്രധാനപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി ഉപദേശം നൽകുകയാണ്. ചാണക്യൻ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ധനനന്ദനെതിരെയുള്ള പോരാട്ടത്തിൽ ചന്ദ്രഗുപ്തൻ കഴിഞ്ഞാൽ പിന്നീടുള്ള സ്ഥാനം നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സമയവും കാലവും സമ്പത്തും എല്ലാം വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം അറിവ് അഗ്നിയാണ്. ഏതുതരം അറിവും ചില സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടും. ആചാര കുലമഖ്യാതി ദേശമഖ്യാതി ഭാഷണം സംഭ്രമ സ്നേഹമാഖ്യാതി വാപുരുഖ്യാതി ഭോജനം. ഒരു വ്യക്തിയുടെ അനുഷ്ഠാനത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അയാളുടെ ജാതിയും സംസാരത്തിൽ നിന്ന് അയാളുടെ നാടും അതിഥി സൽക്കാരത്തിൽ നിന്ന് അയാളുടെ സ്നേഹവും ഒരാളുടെ ശരീരം അയാളുടെ ഭക്ഷണരീതിയും വെളിപ്പെടുത്തുന്നു. ഒരാളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും പെരുമാറ്റ രീതികളിൽ നിന്നും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചാണക്യൻ വ്യക്തമാക്കുകയാണ്. സംസാരശൈലിയിൽ നിന്നും അയാളുടെ ഭാഷയും ദേശവും തിരിച്ചറിയാൻ സാധിക്കും. ഒരു അതിഥി വീട്ടിലെത്തുമ്പോൾ ഗൃഹനാഥന്റെ ഭാവഹാവാദികളിൽ നിന്ന് തന്നെ അതിഥിയോടുള്ള അയാളുടെ താൽപര്യം പ്രകടമാകുന്നു. സ്നേഹത്തോടെയുള്ള വികാരങ്ങളും അവഗണനയോടുള്ള മനോഭാവവും കാണുന്നയാൾക്ക് അയാളുടെ അന്തർഗതം വെളിപ്പെടുന്നു. അതിഥിയുടെ സാമീപ്യം ഗൃഹനാഥന് സന്തോഷമാണോ അതൃപ്തിയാണോ പ്രദാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ അയാളുടെ സമീപനം നമ്മെ സഹായിക്കുന്നു. അതിഥി ദേവോ ഭവ എന്നാണ് പ്രമാണമെങ്കിലും എല്ലാവർക്കും അത് സ്വീകാര്യമാകണമെന്നില്ല. വ്യക്തിബന്ധങ്ങളിലെ സംശുദ്ധിയും അടുപ്പവുമാണ് ഒരാളെ സ്വീകാര്യനാക്കുന്നത്. ഉദ്ദേശശുദ്ധിയില്ലാത്ത സ്നേഹബന്ധങ്ങൾ തിരസ്കാരത്തിലേ എത്തുകയുള്ളൂ. ഒരാളുടെ ശരീരത്തെ രൂപപ്പെടുത്തുന്നത് അയാളുടെ ജീവിതചര്യയിലെ അച്ചടക്കവും ഭക്ഷണരീതികളുമാണ്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ഭക്ഷണക്രമവും വ്യായാമവും എല്ലാം ആരോഗ്യമുള്ള ശരീരത്തെ പ്രദാനം ചെയ്യുന്നു. ക്രമമായ അധ്വാനവും ഭക്ഷണവും വിശ്രമവും ശരീരത്തെ ആരോഗ്യാവസ്ഥയിൽ നിലനിർത്തുന്നു. അലസത മൂലം അധ്വാനിക്കാതെ ഭക്ഷണകാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവരുടെ ശരീരം ഭോഗങ്ങളുടെ കലവറയായിരിക്കും. അവരുടെ ആയുസ്സും പരിമിതമായിരിക്കും. ഒരു വ്യക്തിയുടെ ശരീരഭാഷ അയാളുടെ ഭക്ഷണക്രമത്തിനനുസരിച്ചായിരിക്കും. ഒരു നല്ല ശരീരവും മനസ്സും വാർത്തെടുക്കുന്നതിന് കർശനമായ അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ അവസ്ഥയെയും വ്യക്തിത്വത്തെയും എപ്രകാരം മനസ്സിലാക്കാമെന്ന് ഗുരു ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നു. ചാണക്യൻ തന്റെ അനുയായികൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ ഭാരതത്തിൽ നിന്നും തിരിച്ചു പോകുന്ന വിവരം ഒരു ചാരൻ വന്നറിയിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി തിരിച്ചുപോയ വിവരമറിഞ്ഞ ചന്ദ്രഗുപ്തന്റെ താവളത്തിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങി. അവർ മധുരം വിതരണം ചെയ്തും വീരഗാനങ്ങൾ പാടിയും ഇതാഘോഷിച്ചു. സൈന്യം വളരെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഈ സമയം ധനനന്ദ മഹാരാജാവിനെ ആക്രമിക്കുവാൻ പറ്റിയ സമയമാണെന്ന് ചാണക്യനും മനസ്സിലായി. എല്ലാ സൈനികരെയും വിളിച്ചുകൂട്ടുവാൻ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന് നിർദ്ദേശം നൽകി. 10,000-ഓളം വരുന്ന ഒരു ചെറു സൈന്യം അണിനിരന്നു. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചാണക്യൻ ഒരു ചെറിയ പ്രസംഗം നടത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ഏതാനും ധീരരായ സൈനികരുടെ ആത്മാർത്ഥതയും ജീവസമർപ്പണത്തിനും അനന്തരഫലമെന്നോണം വിദേശി അക്രമിയായ അലക്സാണ്ടർ ഭാരതം വിട്ടുപോയി. ഇത് നമ്മുടെ വിജയമാണ്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു. നിങ്ങളുടെ ആഘോഷത്തോടൊപ്പം നിങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. എന്നാൽ നമ്മളൊരു കാര്യം മറക്കരുത്. നമ്മുടെ ധീരരായ സൈനികരുടെ ജീവസമർപ്പണം അലക്സാണ്ടറുടെ സൈന്യത്തെ തുരത്തി ഓടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല അലക്സാണ്ടർ ഭാരതം വിട്ടുപോയത്. അലക്സാണ്ടറെ ഓടിക്കുവാൻ നാം ചിലതൊക്കെ ചെയ്തു. നമ്മുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കനുകൂലമായി വന്നു ചേർന്നു. നാം ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനിറങ്ങിയാൽ ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടുന്ന ധാരാളം ഘടകങ്ങൾ നമ്മളെ തേടിവരും. അതാണ് പ്രകൃതിയുടെ ഒരു നിയമം.
നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യവും ആത്മാർത്ഥവും തീവ്രവും ആയിരിക്കണം. എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനും ലക്ഷ്യം സാധ്യമാക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നമ്മളൊരു ചെറു സംഘമാണ്. 10,000-ഓളം വരുന്ന സൈനികർ അടങ്ങുന്ന ഒരു ചെറു സംഘം. എന്നാൽ നന്ദമഹാരാജാവിന് വലിയൊരു സൈന്യമുണ്ട്. നാം അത് വിസ്മരിച്ചുകൂടാ. നമ്മളുടെ സൈന്യത്തെക്കാൾ എത്രയോ ഇരട്ടി സൈന്യവും ആയുധവും ധനനന്ദ മഹാരാജാവിനുണ്ട്. എന്നാൽ നമ്മളുടെ ലക്ഷ്യബോധവും ആത്മാർത്ഥതയും അവർക്കില്ല. ധനനന്ദനെ പുറത്താക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് നാം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഓരോ അംശത്തിലും ധനനന്ദനോടുള്ള പ്രതികാരവും അയാളുടെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹവും തുടിക്കുന്നുണ്ട്. അവർ കൂലിക്കു വേണ്ടി ജോലി ചെയ്യുന്ന വെറും കൂലിപ്പട്ടാളക്കാർ മാത്രമാണ്. എന്നാൽ നിങ്ങളതല്ല. വലിയൊരു ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്ന നിഷ്കാമ കർമ്മികളാണ്. ഒരു ലക്ഷ്യം സാധിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ആത്മാർത്ഥമായി അതിനു മുന്നോട്ടിറങ്ങി പ്രവർത്തിച്ചാൽ അവനനുകൂലമായി ഈശ്വരനും പ്രകൃതി ശക്തികളും മുന്നോട്ട് വരും. ഇത് മാറ്റമില്ലാത്ത പ്രകൃതി നിയമമാണ്. എന്നാൽ നന്ദന്റെ സൈനികർക്ക് ഈ ലക്ഷ്യബോധമില്ല. ലക്ഷ്യബോധവും തീവ്രമായ ആഗ്രഹവും ഉള്ളവർക്ക് മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ധനനന്ദന്റെ സൈന്യവും ആയുധബലവും എത്ര വലുതാണെങ്കിലും അവർക്ക് നിങ്ങളോട് വിജയിക്കുവാൻ കഴിയുകയില്ല. 10,000-ഓളം മാത്രമുള്ള നമ്മുടെ സൈന്യത്തിന് നന്ദമഹാരാജാവിന്റെ സൈനികരെ തോൽപ്പിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. സന്ദർഭാനുസരണം പ്രയോഗിക്കേണ്ട തന്ത്രങ്ങളും ആത്മധൈര്യവും ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും വിജയിക്കുവാൻ കഴിയും. അതിനുദാഹരണമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പലായനം. മഗധ ആക്രമിക്കുവാൻ നാം ഏതു സമയത്തും പുറപ്പെടാൻ തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഏതു സമയത്തും ഒരു യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായിരിക്കണം. അതിനുവേണ്ടുന്ന സമയവും സന്ദർഭവുമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും. ചാണക്യൻ തന്റെ പ്രസംഗം ഉപസംഹരിച്ചു. മഗധയിലെ സ്ഥിതിഗതികൾ അറിഞ്ഞിട്ട് വരുവാൻ ചാണക്യൻ ഏതാനും ചാരന്മാരെ നിയോഗിച്ചു. നന്ദമഹാരാജാവുമായി നീരസത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും ചാരന്മാരോട് ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചാരന്മാർ വന്ന് മഗധയിലെ വിശേഷങ്ങൾ അറിയിച്ചു. മഗധയിലെ നന്ദമഹാരാജാവ്, മന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം വസന്തോത്സവം ആഘോഷിക്കുന്നതിന്റെ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. എല്ലാവരും ഉത്സവലഹരിയിൽ നിൽക്കുന്ന ഈ സമയത്ത് മഗധയെ ആക്രമിക്കുകയാണെങ്കിൽ അവർ ആകെ പകച്ചുപോകും. നമ്മളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ സൈനികരെ ഒത്തുകൂട്ടി തിരിച്ചാക്രമിക്കുക അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വസന്തോത്സവം ആഘോഷിക്കുന്നതിനു വേണ്ടി മിക്ക സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ വാസഗൃഹങ്ങളിലും ആയിരിക്കും. ശത്രു ദുർബലനായിരിക്കുമ്പോൾ മാത്രമല്ല, അലസനായിരിക്കുമ്പോഴും നമുക്കവരെ ആക്രമിച്ച് തോൽപ്പിക്കുവാൻ കഴിയും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഗധ ആക്രമിക്കുവാനുള്ള അനുവാദം ചന്ദ്രഗുപ്ത മൗര്യന് നൽകിക്കൊണ്ട് ചാണക്യൻ അദ്ദേഹത്തെ ആശീർവദിച്ചു. വിജയീ ഭവ. വിജയമല്ലാതെ മറ്റൊന്നും നിന്നെ കാത്തിരിപ്പില്ല. ചാണക്യന്റെ നിർദ്ദേശപ്രകാരം 10,000-ഓളം വരുന്ന സൈന്യവുമായി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയെ ലക്ഷ്യമാക്കി നീങ്ങി. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും സൈനിക പരിശീലനം നടത്തുന്ന കാര്യം ചാരന്മാർ മുഖേന വളരെ മുമ്പ് തന്നെ ധനനന്ദൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ചാണക്യൻ ഗുരുകുലം സ്ഥാപിച്ചത് ഗാന്ധാരത്തിന്റെയും മഗധയുടെയും അതിർത്തി പ്രദേശത്തായിരുന്നു. അവിടെ ഒരു ആക്രമണം നടത്തുന്നത് ഗാന്ധാരവുമായുള്ള യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിക്കാനും ചാണക്യന്റെ സഹായത്തിനായി ഗാന്ധാരത്തിന്റെ സൈന്യമെത്തുന്നതിനുമുള്ള സാധ്യത ഉണ്ട് എന്ന് മഹാമന്ത്രിയായ അമത്യാരാക്ഷസൻ ധനനന്ദനെ ഉപദേശിച്ചു. ചാണക്യന്റെ ഈ തന്ത്രത്തിൽ ധനനന്ദൻ കുടുങ്ങി. ഗാന്ധാരത്തിന്റെ ശത്രുത വിളിച്ചു വരുത്തുന്നത് അപകടകരമാണ്. ചന്ദ്രഗുപ്തന്റെ സൈന്യം മഗധയുടെ അതിർത്തി കടന്ന് ഉള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ധനനന്ദന് വിവരമറിയിക്കാൻ ചാരന്മാരെയും നിയോഗിച്ചിരുന്നു. വസന്തോത്സവം നടക്കുന്ന സമയം ചാണക്യൻ മഗധയെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് ചാണക്യനെപ്പോലെ ബുദ്ധിമാനായ മഹാമന്ത്രി അമത്യാരാക്ഷസനും കണക്കുകൂട്ടിയിരുന്നു. അതുകൊണ്ടുതന്നെ നേരിടാനുള്ള എല്ലാ സന്നാഹങ്ങളും ധനനന്ദൻ ചെയ്തിരുന്നു. 10,000-ഓളം വരുന്ന സൈനികരുമായി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന വിവരം ചാരന്മാർ മുഖേന ധനനന്ദൻ അറിഞ്ഞു. മഹാബുദ്ധിമാനായ അമത്യാരാക്ഷസനെ ചാണക്യതന്ത്രങ്ങൾക്ക് മറുതന്ത്രം മെനയാൻ ധനനന്ദൻ ചുമതലപ്പെടുത്തി.
രണ്ട് ബുദ്ധിരാക്ഷസന്മാരുടെ തന്ത്രങ്ങൾ. ചാണക്യൻ നോവൽ ഡിസി ബുക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭിക്കുന്നതാണ്. ഷോറൂമുകളിൽ പോയി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കോ ഡീറ്റെയിൽസോ ഉപയോഗിച്ച് വാങ്ങാവുന്നതാണ്. ധനനന്ദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ മഹാമന്ത്രി അമത്യ രാക്ഷസൻ തന്റെ വിശ്വസ്തരായ ഉപദേശകരുമായി ചർച്ച നടത്തുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ 4 ഭാഗത്തുനിന്നും വളഞ്ഞ് ഒരു തരത്തിലും ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ അവരെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. മഗധയുടെ സൗഹൃദ രാജ്യങ്ങളുടെ സഹായവും ചന്ദ്രഗുപ്തനെ നേരിടുന്നതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും മഗധയിലെ ജനങ്ങൾക്കിടയിൽ സൈന്യത്തിലും വളരെയധികം സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഇറക്കി സുരക്ഷാവലയം സൃഷ്ടിക്കാൻ ചാണക്യൻ ശ്രമിച്ചേക്കാനുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെട്ടു. മഗധയിലെ മുൻ രാജാവായ സിദ്ധാർത്ഥ സിദ്ധിയുടെ സേവകരായിരുന്നു ചില സൈനികർ. കൂറുമാറാനുള്ള സാധ്യതയും ചിലർ ഉന്നയിച്ചു. ധനനന്ദ മഹാരാജാവിനോട് പരിപൂർണമായും വിശ്വാസ്യത പുലർത്തുന്ന വ്യക്തിയാണ് അമത്യ രാക്ഷസൻ. എങ്കിലും അദ്ദേഹത്തിന് ചാണക്യനോട് വളരെയധികം ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തിയാണ്. തക്ഷശിലയിലെ ഗുരുവായിരുന്ന ചാണക്യനെ മഗധയിലേക്ക് വിളിച്ചു വരുത്തി രാജഗുരുവാക്കിയത് അമത്യ രാക്ഷസനാണ്. ചാണക്യന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ബുദ്ധിവൈഭവവും ധനനന്ദ മഹാരാജാവിന് വളരെയധികം ഉപകാരപ്പെടും എന്ന ഉദ്ദേശത്തോടെയാണ് രാജഗുരുവാക്കിയത്. ധനനന്ദ മഹാരാജാവിന് ചാണക്യൻ നൽകിയ ഉപദേശങ്ങളും ബുദ്ധിപരമായ നീക്കങ്ങളും വളരെയധികം പ്രയോജനപ്രദവും ആയിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സംഭവങ്ങളിൽ അമത്യ രാക്ഷസന്റെ നിയന്ത്രണത്തിന് അതീതമായി മാറുകയും ചാണക്യൻ തടവിലാക്കപ്പെടുകയും ചെയ്തു. ബുദ്ധിമാനായ ചാണക്യൻ തടവറയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് രാക്ഷസന് അറിയാമായിരുന്നു. എന്നാൽ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ പോലെ യഥാർത്ഥ രാജ്യാവകാശിയായ ഒരു രാജകുമാരനെ മുൻനിർത്തിക്കൊണ്ട് ഇത്രയും വലിയ സൈനിക സന്നാഹത്തോടുകൂടി മഗധ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന് അമത്യ രാക്ഷസൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ചാണക്യൻ രാജ്യത്തിന് പുറത്തുപോയി എവിടെയെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളും എന്നായിരുന്നു അമത്യ രാക്ഷസൻ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അമത്യ രാക്ഷസന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് സംഭവഗതികൾ നീങ്ങിയത്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മഗധയുടെ യഥാർത്ഥ കിരീടാവകാശി എന്ന കാര്യവും അമത്യ രാക്ഷസന് ബോധ്യമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും വഞ്ചിക്കപ്പെടുന്നതും തോൽക്കുന്നതും താല്പര്യമുള്ള വിഷയം അല്ലായിരുന്നു. ഒരു യുദ്ധം ഒഴിവാക്കി നന്ദമഹാരാജാവിന്റെ സിംഹാസനം സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും രക്ഷപ്പെടുകയും വേണം എന്ന ഒരു മനോഭാവമായിരുന്നു മഹാമന്ത്രി അമത്യ രാക്ഷസനുണ്ടായിരുന്നത്. മഹാമന്ത്രിയായ അമത്യ രാക്ഷസന്റെ നിർദ്ദേശപ്രകാരം ധനനന്ദ മഹാരാജാവ് മന്ത്രിമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. യുദ്ധതന്ത്രങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. മഹാരാജാവിന്റെ സൈനിക ശക്തി ഏകദേശം 100,000-അടുത്തു വരും. അതിശക്തമായ കുതിരപ്പട, ആനപ്പട, വില്ലാളി വീരന്മാർ, വളരെയധികം യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്ന സൈനിക ഉദ്യോഗസ്ഥർ. ധനനന്ദ മഹാരാജാവിന്റെ സൈന്യത്തിന് വളരെ നിഷ്പ്രയാസം വെറും 10,000 വരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് നാം ഇവിടെ ഉപയോഗിക്കേണ്ടത്. ശത്രുവിനെ നശിപ്പിക്കണം എന്ന ചാണക്യതന്ത്രം നാം ഇവിടെ പ്രയോഗിച്ചില്ലെങ്കിൽ ചാണക്യൻ വീണ്ടും തിരിച്ചു വരും. ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തെ തോൽപ്പിച്ച് തുരത്തിയോടിക്കാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയും. എന്നാൽ അവരിൽ ഒരാൾ പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കണം. എങ്കിൽ മാത്രമേ മഗധയുമായി സൗഹൃദത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ സഹായം നമുക്ക് തേടുവാൻ കഴിയും. അങ്ങനെ 4 ഭാഗത്തു നിന്നുമുള്ള ആക്രമണത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും അവരുടെ സൈനികരും ഒന്നടങ്കം നശിപ്പിക്കപ്പെടും. ഇതായിരിക്കണം നമ്മുടെ യുദ്ധതന്ത്രം, സൈന്യാധിപൻ വിശദീകരിച്ചു. സൈന്യത്തിന്റെ അഭിപ്രായത്തെ രാജ്യസദസ്സിലുള്ളവർ എല്ലാവരും അംഗീകരിച്ചു. മഹാമന്ത്രിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മഹാരാജാവ് ചോദിച്ചു. ഈ സമയത്ത് വളരെ ബുദ്ധിപൂർവമായ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എങ്കിൽ താൻ രാജ്യദ്രോഹിയായി മാറുമെന്ന് അമത്യ രാക്ഷസൻ മനസ്സിലാക്കി. എന്നാൽ കാര്യങ്ങൾ മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി തന്റെ പദ്ധതികൾ നടപ്പാക്കുകയും വേണം. അമത്യ രാക്ഷസൻ ചിന്തിച്ചു. അമത്യ രാക്ഷസൻ പറഞ്ഞു, തിരുമനസേ, സൈനിക നേതൃത്വവും മന്ത്രിമാരും പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണ്. എന്നാൽ തെറ്റുമാണ്. നമ്മളുടെ സൈനികരുടെ പ്രാഗൽഭ്യവും സൈന്യത്തിന്റെ കെട്ടുറപ്പും വില്ലാളി വീരന്മാരുടെ പ്രാഗൽഭ്യവും അശ്വരൂഢ സേനയുടെ വേഗതയും എല്ലാം നമുക്ക് അനുകൂലമാണ്. നമ്മളെ വെല്ലാൻ ഭാരതത്തിലെ ഒരു രാജാവിനും കെൽപ്പില്ല. ഇക്കാര്യങ്ങൾ സത്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി എന്തിനും തയ്യാറായ അയൽ രാജാക്കന്മാർ
നമ്മൾ ആവശ്യപ്പെടുന്ന ഏതു സമയത്തും നമ്മുടെ സഹായത്തിനെത്തും. ഇക്കാര്യത്തിലും ആർക്കും സംശയത്തിന് അവകാശമില്ല. എന്നാൽ ചില കാര്യങ്ങൾ നാം കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ലോകത്തിലെ പകുതിയോളം രാജ്യങ്ങളെ കീഴടക്കി നമ്മൾ ഉൾപ്പെടെ ഭാരതത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളെയും കീഴടക്കുവാൻ വേണ്ടി എത്തിയതാണ് അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയെ ഭയന്ന് പലരും സാമന്ത രാജാക്കന്മാരായി കഴിയുവാൻ സമ്മതിച്ചു. ശക്തമായി എതിർത്തുനിന്ന പൗരവ രാജാവ് അവസാനം പരാജയപ്പെട്ടു. മഹാബുദ്ധിമാനും യുദ്ധതന്ത്രജ്ഞനുമായ അലക്സാണ്ടർ ചക്രവർത്തിയെ ചാണക്യ ബുദ്ധി ഉപയോഗിച്ച് ചന്ദ്രഗുപ്ത മൗര്യനും സൈനികരും രാജ്യത്തു നിന്ന് തുരത്തിയോടിച്ചു. സൈനിക ശക്തിയെക്കാളും വിജയകരമായി തീരുന്നത് ബുദ്ധിശക്തിയാണ്. അത് ചാണക്യൻ തെളിയിച്ചിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ചാണക്യന്റെ ബുദ്ധിശക്തിയിൽ രൂപം കൊണ്ട ചന്ദ്രഗുപ്ത മൗര്യനും അദ്ദേഹത്തിന്റെ ചെറുതാണെങ്കിലും ശക്തമായ സൈനിക ശക്തിയും നാം നിസ്സാരമായി കരുതിക്കൂടാ. മാത്രവുമല്ല, രാജ്യം ഇപ്പോൾ വസന്തോത്സവം ആഘോഷിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. ഈ സമയത്ത് ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക നിലയെ വളരെയധികം ബാധിക്കും. വസന്തോത്സവ ഘട്ടത്തിലാണ് വിദേശത്തു നിന്നും വ്യാപാരികളും വ്യവസായികളും എത്തുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും നികുതി ഇനത്തിൽ വലിയൊരു വരുമാനം ലഭിക്കുന്നതും. ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ വിദേശ കച്ചവടക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകില്ല. നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ആത്മവീര്യം തകർക്കും. മാത്രവുമല്ല, ഇപ്പോൾ അവർ നീങ്ങുന്നത് കൊട്ടാരം ലക്ഷ്യമാക്കിയാണ്. ഈ സമയത്ത് രാജകൊട്ടാരത്തിനു ചുറ്റും ഒരു യുദ്ധമുണ്ടാകുന്നത് ജനങ്ങളിൽ ആശയക്കുഴപ്പവും ഭയപ്പാടും സൃഷ്ടിക്കും. മാത്രവുമല്ല, ചാണക്യനോടും ചന്ദ്രഗുപ്തനോടും ആഭിമുഖ്യമുള്ള വളരെയധികം ജനങ്ങൾ മഗധയിലുണ്ട്. അവർ ചിലപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ സഹായത്തിന് എത്തിയേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ചാണക്യൻ എഴുതിയതാണ് എന്ന കാര്യം മറച്ചുവെച്ചുകൊണ്ട് അമർത്യ രാക്ഷസൻ ഒരു ശ്ലോകം ചൊല്ലി. ഉപസർഗേന്യ ചക്രേച ദുർഭിക്ഷേച ഭയാവഹേ അസാധു ജനസമ്പർക്കേ യഹ പലായതി സജീവതി. ലോകത്തിൽ ദുരന്തങ്ങൾ നിരവധിയാണ്. പ്രളയം, വരൾച്ച, അക്രമങ്ങൾ, രോഗവ്യാധികൾ, യുദ്ധം, ദാരിദ്ര്യം, ദുഷ്ടന്മാരുടെ വിളയാട്ടം തുടങ്ങിയവയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവൻ സ്വയം രക്ഷ നേടുന്നു. ഇവയിലൊക്കെ ചെന്നു ചാടുന്നവൻ സ്വയം ശിക്ഷ വരിക്കുന്നു. ഈ ലോകത്തിലെ ദുരിതപൂർണമായ ജീവിതം വരച്ചു കാട്ടുകയാണ് ഈ ശ്ലോകത്തിലൂടെ. മനുഷ്യൻ എത്ര ശ്രദ്ധിച്ചാലും ഒഴിവാക്കാൻ പറ്റാത്ത നിരവധി ദുരന്തങ്ങൾ ഈ ലോകത്തിലുണ്ട്. വെള്ളപ്പൊക്കം, വരൾച്ച, ഭൂകമ്പം, യുദ്ധം, പകർച്ചവ്യാധികൾ, ദാരിദ്ര്യം എന്നിവയൊക്കെ അതിൽ ചിലത് മാത്രമാണ്. അതോടൊപ്പം സമൂഹത്തിൽ നിലനിൽക്കുന്ന അക്രമ സംഭവങ്ങളും അതിനു കാരണക്കാരായ ദുഷ്ടന്മാരുടെ വിളയാട്ടവും കാണാതെ വയ്യ. എന്നാൽ അവിവേകികളായ ചിലർ പല വിപത്തുകളിലും ചെന്ന് ചാടുന്നതായി കാണാറുണ്ട്. തനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പോലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ അബദ്ധത്തിൽ ചെന്നു ചാടി ശിക്ഷയേറ്റുവാങ്ങുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും കാണാം. തങ്ങളുടെ കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസമെന്ന അഹങ്കാരമാണ് അവരെ കുഴിയിൽ ചാടിക്കുന്നത്. യുദ്ധത്തിൽ ആരു ജയിച്ചാലും എല്ലാ യുദ്ധങ്ങളുടെയും ആത്യന്തിക ഫലം ദുരിതമാണ്. ആയതിനാൽ യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കണം. ശ്രമം പരാജയപ്പെട്ടാൽ മാത്രം യുദ്ധത്തിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. അമർത്യ രാക്ഷസൻ പറഞ്ഞവസാനിപ്പിച്ചു. വളരെയധികം ചർച്ചകൾക്കു ശേഷം അമർത്യ രാക്ഷസനെ സമാധാന ശ്രമങ്ങൾ നടത്തുവാൻ ധനനന്ദ മഹാരാജാവ് ചുമതലപ്പെടുത്തി. ചന്ദ്രഗുപ്ത മൗര്യനും സൈന്യവും അതിവേഗം മഗധ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ അകലത്തിലല്ലാതെ സുരക്ഷിതമായ ഒരു അകലത്തിൽ അശ്വരഥത്തിൽ ചാണക്യനും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഓരോ സംഭവ വികാസങ്ങളും ചന്ദ്രഗുപ്ത മൗര്യനെ അറിയിക്കുവാൻ ചാണക്യൻ ചാരന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാരന്മാരും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേറൊരു ചാരസംഘത്തെയും ചാണക്യൻ നിയോഗിച്ചിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു യുദ്ധം വിജയിക്കാനുള്ള സന്നാഹങ്ങളുമായി ചന്ദ്രഗുപ്ത മൗര്യനും സുരക്ഷിതമായ അകലത്തിൽ ചാണക്യനും മഗധ ലക്ഷ്യമാക്കി അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അമർത്യ രാക്ഷസൻ ഒരു സന്ദേശം തയ്യാറാക്കി ദൂതൻ വശം ചാണക്യന് കൊടുത്തയച്ചു. ഒരു അശ്വഭടനെയാണ് ചുമതലപ്പെടുത്തിയത്. അശ്വഭടനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈനികർ വധിക്കാതിരിക്കുന്നതിനു വേണ്ടി സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ളക്കൊടിയും പറപ്പിച്ചുകൊണ്ടാണ് എത്തിയത്. വെള്ളക്കൊടിയും ഏന്തിക്കൊണ്ട് ഒരു സൈനികൻ കുതിരപ്പുറത്ത് കയറി വരുന്നത് ദൂരെ നിന്നു തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈനികർ കണ്ടിരുന്നു. അവർ ആ വിവരം ചന്ദ്രഗുപ്ത മൗര്യനെ അറിയിച്ചു.
വെള്ളക്കൊടിയുമായി കുതിരപ്പുറത്ത് കയറി വരുന്ന ദൂതൻ എന്തോ സന്ദേശം കൊണ്ടുവരികയാണെന്ന് ചന്ദ്രഗുപ്തന് മനസ്സിലായി. അയാളെ യാതൊരു കാരണവശാലും വധിക്കരുത് എന്ന് തന്റെ സൈനികർക്ക് കർശന നിർദ്ദേശം നൽകി. ദൂതൻ ചന്ദ്രഗുപ്തന്റെ സമീപത്തെത്തി. അമത്യാരാക്ഷസൻ കൊടുത്തയച്ച സന്ദേശം കൈമാറി. സന്ദേശം സീൽ ചെയ്ത് ഒരു കൂടിനുള്ളിലാണ് കൊടുത്തയച്ചിരുന്നത്. സന്ദേശം ചാണക്യനുള്ളതായിരുന്നു. സന്ദേശം കൈപ്പറ്റിയ ശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ ഇതിന്റെ മറുപടി നൽകാൻ അധികാരമുള്ളത് ചാണക്യനാണെന്ന് മനസ്സിലായി. അത് ചാണക്യന് കൊടുത്തയക്കാൻ ഒരു അശ്വദൂതനെ ഏർപ്പെടുത്തി. സന്ദേശം കൊണ്ടുവന്ന അമത്യാരാക്ഷസന്റെ ദൂതന് താമസിക്കുവാൻ സൗകര്യവും ഏർപ്പെടുത്തി. അദ്ദേഹത്തോട് മാന്യമായി പെരുമാറണമെന്ന് തന്നെ സൈനികർക്ക് നിർദ്ദേശവും നൽകി. അമത്യാരാക്ഷസൻ കൊടുത്തയച്ച സന്ദേശം വായിച്ച ശേഷം ചാണക്യൻ ഒരു ശ്ലോകമാണ് ചന്ദ്രഗുപ്ത മൗര്യന് കൊടുത്തയച്ചത്. ശ്ലോകം വായിച്ചു നോക്കിയ ശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ചാണക്യൻ തന്റെ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അനുലോപേണ ബലിനം പ്രതിലോപേന ദുർജനം ആത്മതുല്യബലം ശത്രും വിനയേന ബലേന വാഹ. ശത്രു നമ്മേക്കാൾ കരുത്തനാണെങ്കിൽ കാൽക്കൽ വീണ് കരുണയാചിക്കാം. എന്നാൽ ശത്രു എത്ര നിസാരനാണെങ്കിലും ദുഷ്ടനെങ്കിൽ അവനോട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നേരിടുക തന്നെ വേണം. ശത്രു തനിക്ക് തുല്യനാണെങ്കിൽ യുക്തം പോലെ 2 മാർഗവും പരീക്ഷിക്കാം. എന്തായിരിക്കും ഗുരു ചാണക്യൻ ഈ ശ്ലോകത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ ഗാഢമായി ചിന്തിച്ചു. ഈ സന്ദർഭത്തിൽ ശത്രുവിന്റെ കാൽക്കൽ വീഴാൻ എന്തായാലും ചാണക്യൻ ആഗ്രഹിക്കുകയില്ല. ശത്രു ദുർബലനോ നിസാരനോ അല്ല, ശത്രു തുല്യൻ തന്നെയാണ്. അതുകൊണ്ട് ഉചിത തീരുമാനമെടുക്കാൻ സൈനിക തലവന് അധികാരം നൽകിയിരിക്കുകയാണ് ചാണക്യൻ. തന്നെയും സൈനികരെയും ആവേശഭരിതരാക്കി മഗധയിലേക്ക് സൈനിക നീക്കം നടത്താൻ തീരുമാനിച്ചത് ചാണക്യൻ തന്നെയായിരുന്നു. മഗധയ്ക്ക് സമീപം എത്താറായപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തി ഉചിത തീരുമാനമെടുക്കാൻ സൈന്യാധിപനായ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ ശ്ലോകം കൊടുത്തയച്ചതിനു പിന്നിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാകും. അമത്യാരാക്ഷസൻ കൊടുത്തയച്ച സന്ദേശം വായിച്ച ശേഷമാണ് ചാണക്യന് ഈ മനമാറ്റം ഉണ്ടായത്. സന്ദേശം വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് അന്തരാർത്ഥം മനസ്സിലായി. ഇപ്പോൾ യുദ്ധം ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്നും ആയതിനാൽ ബുദ്ധിപൂർവമായി പിന്മാറണം എന്നാണ് സന്ദേശത്തിലെ രഹസ്യമായി ഒളിപ്പിച്ചു വച്ച സന്ദേശമെന്ന് ചന്ദ്രഗുപ്തന് മനസ്സിലായി. ചന്ദ്രഗുപ്ത മൗര്യൻ ചാണക്യന്റെ സന്ദേശത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഉടൻ തന്നെ പിൻവാങ്ങാൻ സൈനികർക്ക് നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യത്തെ സൈനിക നീക്കം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. ചന്ദ്രഗുപ്ത മൗര്യന്റെ പിന്മാറ്റം ധനനന്ദന്റെ സൈനികർ വളരെ ആഹ്ലാദ പുരസ്സരം ഏറ്റുവാങ്ങി. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി ചന്ദ്രഗുപ്ത മൗര്യനെ തിരിച്ചയക്കാൻ ബുദ്ധിപൂർവമായി പ്രവർത്തിച്ച അമത്യാരാക്ഷസനെ ധനനന്ദ മഹാരാജാവ് അഭിനന്ദിച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പായി പിൻവാങ്ങാൻ തീരുമാനിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ സൈനികർക്കിടയിൽ അസ്വാസ്ഥ്യം ഉണ്ടാക്കി. ചന്ദ്രഗുപ്ത മൗര്യൻ ഭീരുവാണ് എന്നു ചിലർ കരുതി. കഴിവുകെട്ട നേതാവിനെതിരെ സൈന്യത്തിലെ 2ാം നിര നേതാക്കളിൽ ചിലർ കലാപക്കൊടി ഉയർത്തി. ചന്ദ്രഗുപ്തന്റെ സൈന്യം പരസ്പരം ഏറ്റുമുട്ടി. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്.